മനസ്സിൽ കരുതുക, ഞാനിന്ന് മരിക്കൂലെന്ന് കരുതണ്ട, ഞാനിന്ന് മരിക്കൂലെന്ന് കരുതണ്ട. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ചെരുപ്പിന്റെ മാറമുണ്ടല്ലോ, അതിനേക്കാളും അടുത്തിട്ടുണ്ട് മനുഷ്യന്റെ മരണം. അവനെ ഇങ്ങനെ ബേക്കിൽ തന്നെയുണ്ട്. എപ്പ മരിക്കുമെന്നറിയില്ല, എപ്പ മരിക്കുമെന്നറിയില്ല. നാട്ടിലാണോ നമ്മുടെ മരണം, കാട്ടിലാണോ നമ്മുടെ മരണം, വീട്ടിലാണോ നമ്മുടെ മരണം, നമുക്കറിയില്ല. പടച്ചുറപ്പിന്റെ തീരുമാനമാണ്. ഇടത്തൊരു ചെറുപ്പക്കാരൻ മരിച്ചിട്ടാകുമ്പോ, ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ആളുകൾ അവിടെ നിന്ന് പറഞ്ഞു, ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവനാ, പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, അദ്ദേഹം പോയി, അപകടത്തിൽ വെച്ച് മരിച്ചുപോയി. നമ്മൾ അങ്ങനെയല്ല. പിന്നെയോ അള്ളാന്റെ തീരുമാനാണ്. അദ്ദേഹം ربي أنتم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يا هدنا أخري ومسال معافة يدكر المصيبة بدرينا بركتنا أمي كاكنم يا ربنا صاحب أبو الأغوارس يولا علي يخلص صيفيه ويمهرس عن كلهم إلمان وبابا سوريا الذين مدنلهم مدنين بركتنا يا كنم يا ربنا والزمن سمرات وغينا وبدكات متوى غير وثابت وما عن كلهم رضوان الله മൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബന മസ്ഊദുഹും വൽ ആസിമു ആഖിൽ ഹംസക സാലിമു മാലികുനാ വൽ ആസിമു അൻ കുല്ലിഹി ഇബ്മാനു باسمك العظيم وبجاه نبيك الكريم وبشهداء البدرين وبسائر الصحابة أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد أرحم الراحمين يا الملك الجبار يا രാജാധിരാജനായ അല്ലാഹുവേ, ഞങ്ങളെ ഒരുമിച്ച് കൂടെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ബദരീങ്ങളെ പേര് ചൊല്ലി നീ കബൂലാക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളെ യുദ്ധത്തിലോ ഞങ്ങളെ ചൊല്ലലിലോ ഓതിലിലോ വല്ല തെറ്റുകളോ ചൊല്ലപ്രയോഗങ്ങളോ വല്ലാത്ത അപകടങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ റഹ്മാനെ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. മദീന മുനവ്വറയിൽ പടച്ചവനെ ഊതിയതും ചൊല്ലിയതും മദീന മുനവ്വറയിൽ വിശ്രമം കൊള്ളുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർബാറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, ബദരീങ്ങൾ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന നിന്റെ വലിയന്റെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബാല്യമക്കളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുമായി ബന്ധമുള്ളവരിൽ നിന്ന്, ഈ നാട്ടിന്റെ ഈ പള്ളിയുടെ പരിസരത്ത് കിടക്കുന്ന ഖബറാളികളും എല്ലാവരുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മസ്ജിദുൻ നബവിയുടെ അകത്തളങ്ങളിൽ അബൂദർ ഗിഫാരി തങ്ങളോട് പറയുകയോ, അബൂദർ
ചില കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാ, ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എന്റെ വാപ്പ അസ്റായീൽ പിടിയിൽ ഞങ്ങൾ അമർത്തുമ്പോ നമ്മളെ കരയൂലേ, നമ്മളെ സങ്കടപ്പെടൂലേ, നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകൂലേ. ഈ വിട്ടയുടെ പരിസരത്തുള്ള തൊപ്പി വെച്ച താടി വെച്ച വാപ്പയാകട്ടെ, പർദ്ദയിട്ട ഉമ്മയാകട്ടെ, നിഖാബിട്ട ഉമ്മയാകട്ടെ, നിസ്കാര സ്ഥലമുള്ള ഉമ്മയാകട്ടെ, വാപ്പയാകട്ടെ, അസ്റായീലിന്റെ പിടിയിലമരുമ്പോ സഹിക്കാന് പറ്റൂല. കൊടുക്കാൻ പോവാ. ഇപ്പോഴത്തെ ബൈക്ക് എന്ന് പറഞ്ഞാൽ ഓടിക്കുന്ന ആള് സുജൂദിലാണ്, പുറകിരിക്കുന്ന ആള് റുക്കുവിലാണ്. ഇതാണ് നിസ്കാരമാണ്. നിസ്കാരം വിട്ടൊരു കളിയിൽ ബൈക്ക് പോലും നിസ്കാരത്തില. പോണ പോക്ക് വന്ദേ ഭാരത് മാറിയിരിക്കും. ആ പോക്കാ പോണം. ബെൽറ്റ് ഇടാതെ മുണ്ട് കൊടുത്തോണ്ടത് മുണ്ടോട് കൂടി അവൻ കൊണ്ടുപോകണം. ആ സ്പീഡാണ്. ഭാര്യ ഭർത്താവ് പോയിട്ടുണ്ടാവും. കല്യാണം കഴിഞ്ഞുടനെ മനസ്സിലാക്കാൻ അറിയണം, ഭാര്യയും ഭർത്താവും ഒറ്റ അസ്റായീൽ പോലും ഇങ്ങനെ പിടിക്കൂല. ഒരു ഒറ്റ പിടുത്തമാണ് അരയില്, അല്ലെ? പുറകില് രണ്ടുപേർക്ക് ഗ്യാപ്പ്, രണ്ടുപേർക്ക് ഉണ്ടാവും. ഇതേ സാധനം 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഫോൺ കണ്ടിട്ടുണ്ടാവും. ഒരു കൈ മറ്റേ 2 കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചേക്കുവാ. ഒരു 6 മാസം കഴിയുമ്പോ വലത്തെ കൈ മാത്രം ഓരോ തോളിൽ, ഇടത്തെ കൈ പുറകിലത്തെ ക്യാരിയർ. ഇങ്ങനെയാണ് ഇരിക്കുക. ഒരു കൊല്ലം കഴിഞ്ഞാൽ ഈ കൈ അവിടെ നിന്ന് വിടും, ഈ കൈ അവിടെ നിന്ന് വിടും. ഞാൻ പറയണ തിരിയല്ലേ? ഈ കൈ അവിടെ നിന്ന് വിടും. പുറകിൽ 2 പേർക്ക് ഇരിക്കും. ഓൻ കാസർഗോഡും ഓള് തിരുവനന്തപുരത്ത് ബൈക്ക് ഇരിക്കണം. ഒരു 1.5-2 കൊല്ലം കഴിഞ്ഞാൽ ഓന്റെ സമയത്ത് ബൈക്കിൽ എന്ന് പോകും. ഓള് വേണമെങ്കിൽ ബസ്സിൽ വന്നോ. അല്ലേ? അങ്ങനെയാണ് കുടുംബ ജീവിതം. എന്താണ്? ഒരു നൂൽപാലമാണ് ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. കൂടുമ്പോ ഇമ്പമുള്ളതാകണം കുടുംബം. നമ്മൾ കൂടുമ്പോ ബദർ യുദ്ധം. അപ്പൊ എന്തുണ്ടായി? ആദം നബിയോട് ഹവ്വാ ബിയോട് ഇബ്ലീസ് പറഞ്ഞു, ഈ പഴം കഴിച്ചാൽ മരിക്കൂല. ഹവ്വാ ബി ആദം നബി വന്നപ്പോ പറഞ്ഞു, ചരിത്രം എല്ലാവർക്കും അറിയാം, വിശദീകരിക്കുന്നില്ല. ഹവ്വാ നബി പറഞ്ഞ് ആദം നബിയെ മരത്തിന്റെ മുകളിൽ പഴം പറിച്ച് താഴെ ഇറങ്ങിയിട്ട് ഹവ്വാ ബിയോട് സ്നേഹമുള്ള ആദം നബി പറഞ്ഞു, നീ കഴിച്ചിട്ട് ഞാൻ കഴിച്ചിട്ട്. സ്നേഹമുള്ള ഭർത്താവ്, നീ കഴിച്ചിട്ട് ഞാൻ കഴിക്കും. ഹവ്വാ പറഞ്ഞു, നിങ്ങൾ കഴിച്ചിട്ടേ ഞാൻ കഴിക്കൂ. അങ്ങനെ ആദം നബി പഴം കഴിച്ചു. കഴിക്കരുത്, ഈ പഴം കഴിച്ചാൽ സ്വർഗത്തിൽ നിൽക്കാൻ പറ്റൂല. തൊണ്ടയിൽ പിടിച്ചു. കഴിക്കാത്ത സാധനം തുപ്പികളാണല്ലോ. സ്വാഭാവികമായി ആദം നബി തുപ്പാൻ തുടങ്ങിയപ്പോ ജിബ്രീൽ വാപത്തിയുടെ പറഞ്ഞു, സ്വർഗത്തിൽ തുപ്പാനൊന്നും പറ്റൂല, അവിടെ വെച്ചേക്കും. ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിനോടുള്ള വാഗ്ദാനം ലംഘിക്കുന്നതിന്റെ അടയാളം പുരുഷന്മാരുടെ തൊണ്ടയിൽ ഒരു മുഴയുണ്ട്, ഒരു ഹൽക്ക്. കണ്ടിട്ടുണ്ടോ? ഇത് പുരുഷന്മാർക്കേ ഉള്ളൂ. ഇപ്പം വീട്ടിലെ താത്ത ചിന്തിക്കും, ഈ കല്യാണം കഴിഞ്ഞിട്ട് 10-40 കൊല്ലായി ഉസ്താദേ, എന്റെ മാപ്പിളക്ക് അങ്ങനെ ഒരു മുഴയില്ലല്ലോ. ഇന്നത് അറിയണമല്ല. ഇന്ന് വകളം കഴിഞ്ഞ് പാവപ്പെട്ട കാക്കമാര് ബിപിയുടെ ഗുളിയും കഴിച്ച് പടർന്നു കിടന്ന് ഇങ്ങനെ ഉറങ്ങാണ്. ദുനിയാവട്ടെ യാതൊരു ബന്ധം. ലൈറ്റൊക്കെ ഓഫ് ചെയ്യുമ്പോ ഉസ്താദ് പറഞ്ഞ മുഴ എന്റെ മാപ്പിളക്ക് ഇണ്ടാന്നറിയാൻ വേണ്ടി ഇങ്ങനെ പയ്യെ വന്ന് തൊണ്ടയിൽ ഇങ്ങനെ തപ്പി. അറിയാതെ എങ്ങനെ തള്ളവിരൽ അമർന്നു പോയാൽ പിന്നെ തൽക്കീന് ഓടിയാൽ മതി. അതുകൊണ്ട് സൂക്ഷിച്ച് കിടക്കണം. രാത്രി മുഴ തപ്പി വരും. ഇരുട്ടാണല്ലോ, മുഴ തപ്പി അമർത്തുന്ന പിന്നെ ഉസ്താദ് ഒന്ന് ഹത്ത ഓടിയാൽ മതി. അള്ളാഹു ഈ മാസത്തിൽ ഗ്രഹിക്കുമാറാകട്ടെ. ആ സ്വർഗത്തിൽ നിന്ന് അവരെ പുറത്താക്കി. ആ സ്വർഗത്തിൽ നമുക്ക് കടന്നു പോകണം. അതാണ് നമ്മുടെ വിജയം. ആ സ്വർഗത്തിൽ കടന്നു പോകണമെങ്കിൽ നമ്മുടെ മരണം നന്നാകണം. ആ മരണം നന്നാകുന്നതിന് ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞ നിശാ നമ്മൾ ദുആ ചെയ്ത് പിരിക്കൂലേ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.